Are you broken, low in life? There's a man who paid the highest price for your freedom. With every scar, with every wound came a brand new start. And make this confession before the crowd. Fully committed, alive, laid down. You can leave it all in the water. You can let it all be washed away. The old man is gone, the past is over. It's been buried in the grave. It's been buried in the grave. It's been buried in the grave. Are you empty and filled with pain, overwhelmed by the guilt and shame? There's a lifter of every head who took it all in. He conquered death. Oh, make this confession before the crowd. Fully committed, alive, lay down. You can leave it all in the water. You can let it all be washed away. The old man is gone, the past is over. It's been buried in the grave. It's been buried in the grave. It's been buried in the grave. Oh.
സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള വായന. അത്യുന്നതന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തനെ തള്ളി കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചുരുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പാൽപ്പറക്കുന്ന നഷ്ടത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദങ്ങളിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ അരളിയിലേമേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചുപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരവള്ളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശ്വരദിനത്തിൽ ഞങ്ങളെല്ലാവരെയും ഭവനത്തിൽ നിന്ന് ചേർത്ത് അങ്ങയെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനുമായി അവസരം നൽകുക. ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കന്യവന ഈശ്വനാഥ, അങ്ങയുടെ പ്രിയ മകളായി അങ്ങയുടെ സ്വന്തമാക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനെ അങ്ങ് ഈ സമയം തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നൽകി അങ്ങയുടെ കൃപാവരങ്ങളാൽ ഞങ്ങളെല്ലാവരും നടക്കണമേ. പ്രത്യേകമായി ഈ കുഞ്ഞിന് ആവശ്യമായ എല്ലാ നന്മകളും നൽകി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കന്യവന ഈശോയെ, അങ്ങയുടെ സന്നിധി നിൽക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സ്പർശിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളെക്കാൾ കൂടുതലായി ഞങ്ങളുടേതായ കാര്യങ്ങൾ അറിയുന്ന തമ്പുരാനെ, ഓരോരുത്തർക്ക് ആവശ്യമായ നന്മകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത്, ഞങ്ങളെ നയിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപാവരം എപ്പോഴും ഞങ്ങളിൽ ഒന്ന് ചൊരിയണമേ. അങ്ങയുടെ ഹിതമനുസരിച്ച് എല്ലാ നിമിഷവും പ്രവർത്തിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കൃപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനായി നമുക്ക് മാതാവിനെ കേട്ടു പറഞ്ഞു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ദൈവപിതാവേ ആയോഗ്യരാകും ഈ മനുഷ്യ മക്കളെ അനുഗ്രഹവർഷം നീ ചൊരിയും. നീ നട്ടമുന്തിരിവള്ളികൾ ഞങ്ങൾ നീ കാത്തിടേണേ സദാസമയം. നീ നട്ടമുന്തിരിവള്ളികൾ ഞങ്ങൾ നീ കാത്തിടേണേ സദാസമയം. കളിമണ്ണു ഞങ്ങൾ ദുർബലരല്ലോ, കരവേലവിൻ്റെതാഥ ആശീർവദിക്കൂ ദൈവപിതാവേ. അനുഗ്രഹവർഷം നീ ചൊരിയൂ. നിറ
സഹോദരന്മാരെ, പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിപാവനമായ ഈ ഭവനത്തിൽ വെച്ച് പ്രാരംഭമുദാശം സ്വീകരിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട മകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ മരണം വരെയും സഭയിൽ അംഗമായി തുടർന്ന് വിശുദ്ധരോടെ ജീവിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വേണമെങ്കിലാകരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.
സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാസിയെ അങ്ങയുടെ അജണ്ടത്തിൽ ചേർക്കുകയും പ്രസാദവൃത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനും വേണ്ടി ജനിച്ച് പിതാവേ ഞങ്ങൾ വയ്ക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ കൂദാശയോഗ്യതയുടെ പരിഗണനം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കാട്ടുവിധിയിടുന്ന മാൻപീടിയെ പോലെ ദൈവമേ ഹൃദയം അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നതിനായെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തൊരു വിഷാദിച്ചുടരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നതായെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും നിന്നെക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ നാമസജീവരുടെ പാപക്കറകൾ കഴുകി ഈ ശിശുവിനം പ്രാപിക്കട്ടെ. നിന്റെ മൗദീശ്വരത്തിൽ അവയമായി തീരുന്ന ഈ ദാസി ഉദാശയുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവും വളരണ്ടയാകും. ഈ ദാനത്തെ പ്രതി ഈ ദാസിയെടുത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതിൻ്റെ അടിമ മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശ്വരനായ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മുദ്രിതയായിരിക്കുന്നു. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന സഭയെ ഞാൻ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൂരങ്ങളിലും സ്ഥലത്തിനെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും.
സ്വതന്ത്രനോ പുരുഷനോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല.
ഈശോ യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുവാനായിട്ട് ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് മാമോദിസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. മാമോദിസ കഴിഞ്ഞുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് തന്റെ മേലെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് അപ്പോൾ കേട്ടു. സഹോദരി സഹോദരന്മാരെ, ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷത്തിലേക്ക് ദിവസങ്ങളാണ് ഇത്. നമ്മുടെ സന്തോഷത്തിൻ്റെ നാമത്തെ കാരണം ഈശോയുടെ ദീർഘനാൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. പാപത്തെയും മരണത്തെ തോൽപ്പിച്ച് ബുദ്ധിതനായ ഈശോ ഈ ലോകത്തിന് സമാധാനം നൽകിയ, സന്തോഷം നൽകിയ, പ്രത്യാശ നൽകിയ ദിവസങ്ങളിൽ സന്തോഷിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് ക്രൈസ്തവ ലോകങ്ങളിലും. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് പ്രത്യേകമായ മറ്റൊരു സന്തോഷത്തിൻ്റെ കൂടി ഒരു കുഞ്ഞുകൂടെ ഇന്ന് സഭയിൽ അംഗമാകാൻ വേണ്ടി പോവുകയും ക്രിസ്റ്റോയുടെയും ജോയിസിന്റെയും മകളായി ജനിച്ച ആ കുഞ്ഞ് ഇന്ന് സഭയുടെ മുഴുവൻ ഒരു കുഞ്ഞായിട്ട് മാറാൻ വേണ്ടി പോവുകയും മാമോദീസയെ കുറിച്ച് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്ന മനോഹരമായ ഒരു ചെറിയ നിർവചനമുണ്ട്. എന്ന് പറയുന്നത് പ്രധാനമാണ്, മാമോദീസയുടെ ഒരു വ്യക്തി ക്രിസ്തുവിന് സ്വന്തമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. മാമോദീസയുടെ ഒരു വ്യക്തി ക്രിസ്തുവിന് സ്വന്തമായിട്ട് മാറുന്നു. ക്രിസ്തുവിനെയും ജോയിസിനെയും സ്വന്തമായിട്ട് അവരുടെ മാതാപിതാക്കളെയൊക്കെ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ സ്വന്തമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജനിച്ചു വീണ ഈ കുഞ്ഞ് ഇന്നു മുതൽ ക്രിസ്തുവിനെ സ്വന്തമായിട്ട് മാറുവാൻ വേണ്ടി പോവുകയും അപ്പൊ ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ സ്വന്തമായിട്ട് മാറുന്ന ഈ കുഞ്ഞ് ക്രിസ്തുവിന്റെ സ്വന്തമാണ് താനെന്ന ബോധ്യത്തോടുകൂടി, ക്രിസ്തുവിന്റെ സ്വന്തമാണ് താനെന്ന അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഈശോയുടെ വിശ്വാസത്തിൽ അനുദിന വളർന്നു വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന നല്ല ഒരു കുഞ്ഞായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ പ്രവേശന അവകാശങ്ങളോടനുബന്ധിച്ച് സമ്മാനങ്ങളൊക്കെ പലരും കൊണ്ടുവന്നതാണ് അല്ലേ? അമ്പലി വഴി ഉടുപ്പ് കൊണ്ടുവന്നതാണ്, അതുപോലെ കുറെ സാധനങ്ങളൊക്കെ പക്ഷേ കൊണ്ടുവന്നതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ബോധ്യമായിട്ടുള്ള സമ്മാനമൊക്കെ നമ്മൾ കൊടുക്കണം. നമ്മുടെ പരസ്പര സ്നേഹത്തിന്റെയും ആ സഹകരണത്തിന്റെയും ആ ഐക്യത്തിന്റെയും ആ സന്തോഷ പ്രകടനത്തിന്റെയും ഒക്കെ ഒരു ഭാഗ്യമായ പ്രകടനമാണ് സമ്മാനം കൊടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം മറ്റൊന്നുമല്ല, പ്രാർത്ഥനയാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് വിശ്വാസമാണ് അവന്റെ ഏറ്റവും വലിയ മൂലധനം. ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞാലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന അർത്ഥമില്ല, പ്രത്യേകിച്ച് ക്രൈസ്തവ എന്ന നാമത്തിൽ ജീവിക്കുന്ന അർത്ഥമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് വിശ്വാസം. ആ വിശ്വാസമാകുന്ന ആ മൂലധനം ഈ കുഞ്ഞിൽ ഉറപ്പിക്കപ്പെടുവാൻ വേണ്ടി, നിറയ്ക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, പ്രാരംഭത്തിൽ ധാരിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി 3 കുദാശകളാണ് ഈ കുഞ്ഞിനെ ഇന്ന് നൽകപ്പെടുന്നത്. പ്രാരംഭ കുദാശകളാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. മാമോദീസ, സ്ഥൈര്യം, വിശുദ്ധ കുർബാന. മാമോദീസയുടെ ഒരു വ്യക്തി ക്രൈസ്തവനായി മാറ്റപ്പെടുകയും ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് മാറ്റപ്പെടുകയും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി ഔദ്യോഗികമായിട്ട് സ്വീകരിക്കപ്പെടുന്നത് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെയാണ്. ഈ മാമോദീസ സ്വീകരിച്ചാൽ മാത്രമേ ബാക്കി എല്ലാ ക്രൈസ്തവരിൽ കിട്ടുന്ന ബാക്കി എല്ലാ അവകാശങ്ങൾക്കും ഈ കുഞ്ഞിന് ഉടമയായിട്ട് തീരുവാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ഈ മാമോദീസയെ അടിസ്ഥാനപരമായ കുദാശ എന്ന് വിളിക്കാം. മാമോദീസ സ്വീകരിച്ചാലേ ബാക്കി എല്ലാ കുദാശകളും സ്വീകരിക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരു ക്രൈസ്തവന്റെ എല്ലാ അവകാശങ്ങളും ഈ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് മാമോദീസയിലൂടെയാണ്. അവകാശങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ കുഞ്ഞിന് ലഭിക്കുന്നത് ഈ മാമോദീസയിലൂടെയാണ്.
രണ്ടാമതായിട്ട് ഈ കുഞ്ഞ് സ്വീകരിക്കുന്നത് സ്ഥൈലവൻ എന്ന് പറയുന്ന ഉദാശിയാണ്. സ്ഥൈലവൻ എന്ന് പറയുന്ന ഉദാശി നമുക്കറിയാം എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഉദാശിയാണ് സ്ഥൈലവൻ. മാമോദിസായുടെ നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ ഒരുവരിൽ ഉറപ്പിക്കുന്ന ഉദാശിയാണ് സ്ഥൈലവൻ. തുടർന്നുള്ള ഈ കുഞ്ഞിന്റെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ നിയന്ത്രിക്കുവാൻ വേണ്ടി പല വ്യക്തികളും പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും കടന്നു വരും. അപ്പോൾ അതിലൂടെ എല്ലാം കടന്നുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതം നിരർത്ഥകമായ ജീവിതമായിട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അർത്ഥപൂർണമായിട്ട് ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ, അർത്ഥപൂർണമായ ക്രൈസ്തവ ജീവിതം ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ വിധേയപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സഭ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഈ സ്ഥൈലവൻ എന്ന് പറയുന്ന ഉദാശ നൽകുന്നത്. കുഞ്ഞ് രണ്ടാമതായിട്ട് സ്വീകരിക്കുന്നത് സ്ഥൈലവൻ എന്ന് പറയുന്ന ഉദാശയാണ്, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടുന്ന ഉദാശയാണ്. മൂന്നാമതായിട്ട് ആ കുഞ്ഞ് സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഉദാശയാണ്. നമുക്കറിയാം കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ശരീരവും രക്തവും തന്നെയാണ്. ശരീരം പോലെയാവുന്നു, രക്തം പോലെയാവുന്നു എന്നല്ല ഈശോ പറഞ്ഞത്. ഇതെന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു എന്നാ പറഞ്ഞത്. കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തി, കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യവുമാണ് ആത്മീയ ജീവിതത്തിന്റെ വലിയ ഊർജ്ജമായിട്ട് മാറുന്നത്. ഈ മൂന്ന് ഉദാശകൾ സ്വീകരിച്ചുകൊണ്ട്, ഈ മൂന്ന് പ്രവേശന ഉദാശകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞ് എന്ന സഭയിൽ അംഗമാവാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞിന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ സഹായിക്കുവാൻ വേണ്ടി പോയി. അവിടെ രോഗീദിനമാണ്. ആ രോഗീദിനത്തിൽ അച്ഛനെ സഹായിക്കുവാൻ വേണ്ടി പോയതാണ്. അവിടെ രോഗികളായിട്ട് എല്ലാ രോഗികളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുക, കുർബാന കൊടുക്കുക എന്നൊക്കെയാണ് എന്റെ ഉത്തരവാദിത്വം. പിന്നെ അങ്ങനെ ഓരോരുത്തരെ പ്രോത്സാഹിപ്പിച്ച് പോവുകയാണ്. ഒരു അമ്മച്ചിയുടെ അടുത്ത് നമ്മൾ 25 വയസ്സുള്ള അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ അടുത്ത് നമ്മൾ അമ്മച്ചി ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അമ്മച്ചി ഇപ്പം ദീർഘമായിട്ട് സംസാരിക്കാൻ വേണ്ടി സമയമില്ല, ഇപ്പം ഉപസാരിക്കാം. അതിനുശേഷം അമ്മച്ചിക്ക് വീണ്ടും എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, കൗൺസിലിംഗ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ കുർബാന കഴിഞ്ഞ് വന്നാൽ മതി, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തന്ന അമ്മച്ചി പൊക്കോളം ഇഷ്ടപ്പെടാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ അമ്മച്ചി ഉപസാരമെല്ലാം കഴിഞ്ഞിട്ട് കുർബാന കഴിച്ച് അമ്മ എന്നെ നോക്കിയാൽ വെയിറ്റ് ചെയ്തു. എന്നെ നോക്കി എന്നിട്ട് അമ്മച്ചി എന്നെ വിളിച്ചു. എന്നോട് കണ്ട് 3/4 മണിക്കൂറോളം എന്നോട് അമ്മച്ചി സംസാരിച്ചു. 3/4 മണിക്കൂറോളം സംസാരിച്ചു. ഈ 3/4 മണിക്കൂർ സംസാരിച്ചത് അതിനകത്ത് 35 മിനിറ്റും അമ്മച്ചി പറഞ്ഞത് കെട്ടിയവന്റെ കുറ്റമാണ് പറഞ്ഞത്. ഇങ്ങനെ അദ്ദേഹത്തിൽ നിന്നുള്ള കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ട് പറഞ്ഞ കൂടി വന്നപ്പോൾ എന്റെ നാത്തൂരും എന്റെ നാങ്ങളെയും എന്നോട് പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് നീ ഇങ്ങോട്ട് പോയി, ഞാനിവിടെ നിന്നെ നോക്കിക്കോളാം. നാളെ പറഞ്ഞു, ഞാൻ നിന്റെ ചെലവില്ലാതെ നിന്നോളാം, നിന്റെ എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം. നാത്തൂരും പറഞ്ഞു, ഇനി പോലും ഞങ്ങൾ നോക്കിക്കോളാം. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു ആവേശമാണ്. ഞാൻ പറഞ്ഞു, എല്ലാവരും അമ്മച്ചി അങ്ങനെ ചെയ്താൽ പോലെയല്ല. ആ നാത്തൂരും മാമയൊക്കെ അമ്മച്ചിക്ക് എന്തോ ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോലും നിന്നെ മക്കളെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അമ്മച്ചിക്ക് എത്ര ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്താൽ പോകുന്നത്. അപ്പോൾ അമ്മച്ചിയെ എനിക്ക് നോക്കി പഠിച്ചത്. ഞാൻ വലിയ കുറ്റം ചെയ്തു പറയും, കുട്ടികളെക്കാൾ വലിയ കുറ്റം ഞാൻ ചെയ്ത പോലെ അമ്മച്ചിയെ നോക്കുക. എന്നോട് ചോദിക്കുക, അച്ഛൻ എന്നാ ഈ പറയുന്നത്, അച്ഛൻ എന്നാ ഈ പറയുന്നത് എന്ന് പറയുകയാണ്. വിവാഹത്തിന്റെ സമയത്ത്, എന്റെ കല്യാണത്തിന്റെ സമയത്ത് ബൈബിളിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞതാണ്, ജീവിത അവസാനം വരെ ഈ ഭർത്താവിന്റെ കൂടെ നീ ജീവിച്ചോണം. ഈ ഭർത്താവ് മരിച്ചിട്ട് 2 വർഷമായി. എന്നൊക്കെ മരിച്ച കുറ്റം പറയുക, ജീവിത അവസാനം വരെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചോണം. എന്നെ വിവാഹം കഴിപ്പിച്ച് ഇങ്ങോട്ട് എന്നെ അയച്ചത് എന്റെ മാതാപിതാക്കളും എന്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ എന്നെ വിവാഹം കഴിപ്പിച്ച് ഇങ്ങോട്ട് അയപ്പിച്ചത് വിശ്വാസത്തോടുകൂടി ജീവിത അവസാനം വരെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അമ്മച്ചിയോട് സംസാരിച്ചിട്ട് ഞാനങ്ങ് പോയി. നമ്മളെ പോകുന്ന വഴിക്ക് ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, ഈ അമ്മച്ചിയുടെ വിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. ഈ അമ്മച്ചിയുടെ വിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഭർത്താവിൽ നിന്ന് ഉണ്ടായിട്ട് പോലും ഒരുപക്ഷെ ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ പോയി താമസിക്കാനുള്ള അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ അമ്മച്ചി അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, അമ്മച്ചിക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട്. അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, ബൈബിളിൽ ചോദിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത് ജീവിതാവസാനം വരെ ഈ ഭർത്താവിനെടുത്ത് നീ ജീവിച്ചോണമെന്നാണ്. ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് ബാക്കി ഒന്നിലേക്ക് പോകാതെ ആ ഭർത്താവിനോട് സമയങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്നത് പോലും ആ ഭർത്താവിനോട് ജീവിക്കുവാൻ വേണ്ടി അമ്മച്ചിക്ക് സാധിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, വിശ്വാസത്തിന്റെ ആഴമുണ്ടും വിശ്വാസത്തിന്റെ തികവുണ്ടായിരുന്നതുകൊണ്ടും വിശ്വാസത്തിന്റെ നിറവുണ്ടായിരുന്നതുകൊണ്ടും. പ്രവേശന ഉദാശകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞ് ജൂലിൽ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് സഭയിൽ അംഗമാകുമ്പോൾ നമ്മൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവളുള്ള
വിശ്വാസം താഴെപ്പെടുവാൻ വേണ്ടി മറ്റൊന്നിലുമല്ല ദൈവത്തിലാണ് പൂർണ്ണമായിട്ട് ആശ്രമിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്ന ബോധ്യത്തോടുകൂടി ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന സഭയ്ക്കും കുടുംബത്തിനും മാതാപിതാക്കളും ഒക്കെ മുതൽക്കൂട്ടാകുന്ന നല്ലൊരു കുഞ്ഞായിട്ട് ഈ കുഞ്ഞ് മാറും. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ രണ്ടുപേരുണ്ട്. നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന്റെ ഭൗതികമായ ശ്രദ്ധയേക്കാൾ ഉപരിയായിട്ട് ആ കുഞ്ഞിന്റെ വിശ്വാസം വളർത്തുവാൻ വേണ്ടി ശ്രമിക്കണം. ഇത് രണ്ട് നല്ല വല്യപ്പനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരുടെയും വീട്ടിൽ ഞാൻ പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ഇവിടെയും ഞാൻ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കുടുംബങ്ങളായിട്ടാണ് എനിക്ക് രണ്ട് കുടുംബങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ വിശ്വാസം വളരത്തക്ക രീതിയിലുള്ള ഉറക്കത്തെ രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. സന്ധ്യാപ്രാർത്ഥന കുടുംബത്തിലുണ്ടായിരിക്കണം. ദാനധർമ്മം ചെയ്ത് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസം ജീവിക്കുന്നത് കേവലം വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കുന്നതിന് ഉപരിയായിട്ട് ജീവിതത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ജീവിതത്തിലൂടെ വിശ്വാസം ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുഞ്ഞ് അത് കണ്ട് പഠിച്ചു പഠിക്കുക. ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കൊടുത്താൽ അത് ബുദ്ധിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് മറന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മാതാപിതാക്കൾ ചെയ്ത് കാണിക്കുന്നത് കുഞ്ഞ് കണ്ടു പറയുമ്പോൾ അത് ബുദ്ധിയിലേക്ക് പോകുന്നതിന് ഉപരിയായിട്ട് കുഞ്ഞിന്റെ ഹൃദയത്തിലേക്കായിരിക്കും പോവുക. ഹൃദയത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല. അപ്പോൾ മാതാപിതാക്കളുടെ നല്ല മാതൃകകളാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് കാര്യമായി സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് വിശ്വാസം ജീവിക്കുന്ന മാതാപിതാക്കളാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം കണ്ടുകൊണ്ട് വിശ്വാസം ജീവിക്കുന്ന നല്ലൊരു കുഞ്ഞായിട്ട് ഈ ജോലിക്ക് പറഞ്ഞു വരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവരെ പാപത്തിൽ മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയാകണമേ. കർത്താവേ, കരുണയാകണമേ. ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയാകണമേ. അവരുടെ സഹശുശ്രൂഷകളെ ആത്മീയമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയാകണമേ. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മോഹന സമർദ്ദമായ കർത്താവേ, എന്റെ കർത്തവ്യം മാത്രമേ ഭൂമിയെ സുരാജ്യം സ്ഥാപിക്കുവാൻ നിയോഗിച്ച സഭ ഞങ്ങൾക്കും ഈ ലോകത്തിൽ നോക്കിയിരിക്കട്ടെ. മനുഷ്യരെല്ലാവരും വീട് പുരാതനത്തിൽ ഒന്നു ചേരുന്ന ദൃശ്യമദൃശ്യമായ സർവ്വത്തെ സംരക്ഷിക്കണമേ. ഭക്തരും സത്യങ്ങളും ശത്രുക്കളും കൂടെ അകലവും ശുശ്രൂഷയുമായി എല്ലാവരെയും ദയാപൂർവ്വം എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേയമായ പ്രവൃത്തികളാൽ ജീവിതവാനുകളിൽ അങ്ങയെ പോറ്റുവാൻ ഞങ്ങളെ ഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയും ആരാധനയും നിരന്തരം സമയം ഇവരാക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വശക്തനായ സാധനം ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചസംഹാരം ചെയ്യപ്പെടുകയും
നൽകുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. അപ്പോസ്തലകാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീപാദത്തിലൂടെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവപ്രദവുമായ ദൈവപരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവവും പരിശുദ്ധവും സ്നേഹവും സാധുതയുമായ സഭയെ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിലേക്കും വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. സ്വീകരിച്ചപ്പോൾ ഈശ്വരമിറങ്ങി വസിച്ചവനും മനുഷ്യപ്രദയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധ റൂഹായി ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും ബോധീകരിക്കപ്പെട്ട അംഗീകരിക്കുന്ന സ്തുതിയും ബഹുമാനം മൃതതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുതിയതരമായി തീരുവാൻ ഈ ജലപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ലോകത്തിന്റെ പ്രകാശമായ ശിവം നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ശിശിരിക്കുന്ന പോലെ യഥാസിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസത്തിൽ ഇവിടെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ ആരോഗ്യയിൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഐശ്വര്യ
സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. Maudit
വേദസാക്ഷികളുടെയും
ഈശ്വരനാമത്തിന് കാരണഭൂതയായ വിശുദ്ധിയുടെ ജീവിതമാതൃകം ഇവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സ്വരത്തിന്റെയും നാഥായും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവ്വസ്നാമങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ പ്രഘോഷിക്കുന്നു. സർവ്വസ്നാമങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിനാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ പ്രഘോഷിക്കുന്നു. മാമോദീസായിലൂടെ ദൈവങ്ങളുടെ മുമ്പിലേക്ക് നിർമ്മീയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തകുട്ടിയായി ജീവിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിനും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതയായി തീരട്ടെ. കണ്ണുകളില്ലാത്തതും കാതുകളില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ സ്വഭാഗ്യത്തിന് അവകാശിയാകുന്നവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലം നൽകി അവിടുന്ന് സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാഭേദവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവനമാതൃകമായി തീരുവാൻ ദൈവം തന്നെ യോഗ്യയാകട്ടെ. ഈ ക്രമങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൂദാശയാണ് മാമോദീസ. പ്രവേശക കൂദാശയായി അറിയപ്പെടുന്ന മാമോദീസ ഒരു വ്യക്തിയുടെ ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരയായ ജൂഡിത്ത് മരിയ ജോസഫ്, ജൂഡിത്ത് എന്ന മാമോദീസ നാമത്തിൽ ക്രൈസ്തവ സഭയുടെ അംഗമായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആഴമേറിയ വിശ്വാസത്തിലും കൂട്ടായ്മയിലും പാരമ്പര്യത്തിലും അടിയുറച്ച് ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട വാവയ്ക്ക് 1000 ആശംസകൾ നേരുന്നു. അധികം വൈകിപ്പിക്കാതെ തന്നെ ഇന്ന ദിവസത്തെ ധന്യമാർന്ന ആഘോഷങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാം. ആദ്യമേ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഈ ബാപ്റ്റിസം സെറമണിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നേ ദിവസത്തെ ശ്രദ്ധാകേന്ദ്രം സെലിബ്രിറ്റി എന്നൊക്കെയുള്ള വിശേഷങ്ങൾക്ക് അർഹയായ ഒരു കുഞ്ഞു മാലാഖ ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. അതെ, അത് മറ്റാരുമല്ല, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരയായ ജൂഡിത്ത് മരിയ ജോസഫ്. ബാവയോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് ബാവയുടെ മാതാപിതാക്കൾ. നിറഞ്ഞ ഒരു കയ്യടിയോടെ നമ്മുടെ മാലാഖയായ ജൂഡിത്തിനെയും മാതാപിതാക്കളായ ജോയ്സി ചേച്ചിയും ക്രിസ്റ്റോ ചേട്ടനെയും ഒത്തിരി സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ്, മണത്തമുറിയൽ കുടുംബത്തിലും നാലുമുറിയൽ കുടുംബത്തിലും ഒരുപോലെ മധുരം സമ്മാനിച്ചുകൊണ്ടാണ് ജൂഡിത്ത് എന്ന ഈ കുഞ്ഞു മാലാഖ ഇവരുടെ ഇടയിലേക്ക് കടന്നു വന്നത്. നിറഞ്ഞ ഒരു കയ്യടിയോടുകൂടി തന്നെ ജൂഡിത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജോയ്സി ചേച്ചിയുടെ മാതാപിതാക്കളായ ജോയ് എപ്രീം ജെസി ദമ്പതികളെയും ക്രിസ്റ്റോ ചേട്ടന്റെ മാതാപിതാക്കളായ സിബി ഏലിയമ്മ ദമ്പതികളെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരോടൊപ്പം തന്നെ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരാണ് ജൂഡിത്തിന്റെ പേരമ്മ, പേരപ്പൻ, വലിയ അങ്കിൾ, കുഞ്ഞാൻറ്റി, കുഞ്ഞാങ്കിൾ, ചേച്ചി, അതോടൊപ്പം തന്നെ ജൂഡിത്തിന്റെ സ്വന്തം ആൻഡ്രിയ ചേച്ചി എന്നിവരടങ്ങുന്ന ഒരു നീണ്ട നിര. ഇപ്പോൾ വേദിയിൽ നിങ്ങൾ കാണുന്ന ഈ കുടുംബം പൂർണ്ണമാകുന്നത് അവർ കൂടി വന്ന് ചേരുമ്പോഴാണ്. നിറഞ്ഞ ഒരു കയ്യടിയോടുകൂടി തന്നെ ഭാവിയുടെ പേരപ്പൻ അഖിലിനെയും പേരമ്മ ക്രിസ്റ്റിയെയും ഒപ്പം കളിച്ചിരികളാലും സ്നേഹത്തലോടലുകളാലും എല്ലാം ജൂഡിത്തിന്റെ പ്രിയപ്പെട്ട ചേച്ചിയായി മാറിയ ആൻഡ്രിയയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി നമുക്ക് അവർക്കായിട്ട് നൽകാം. നന്മയുടെ പ്രതീകമാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ജൂഡിത്ത് ബാവയുടെ ജീവിതം പ്രകാശപൂരിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിതെളിയിക്കൽ ചടങ്ങിലേക്ക് നാം കടക്കുകയാണ്. തിരിതെളിയിക്കുന്നതിനായി ബാവയെയും അവരുടെ മാതാപിതാക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ പ്രകാശം ജൂഡിത്തിന്റെ ജീവിതത്തിലുടനീളം കത്തി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥന ആശംസകളോടെ ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ. നല്ലൊരു കയ്യടി നമുക്ക് ഈ നിമിഷം കുടുംബത്തിനായിട്ട് നൽകാം.
forever and I believed it. Now it's 4 a.m. I'm wide awake again, going over our memories, and fools go rushing out. I just don't know how I'm supposed to be alright when you're not around. 'Cause now it's like nobody gets me like you do. I'm not the same, not after you. So many things that we've been through. I'm not the same, not after all that's been said and done. I don't even feel like I'm back at one. Nobody gets me like you do. I'm not the same, not after you. I'm not the same, not after you. I'm not the same, not after you. I've been broken, lost, took you running off. Need you now like the air I'm breathing. You're still on my mind, and when I close my eyes, you're the only thing I see. And fools go rushing out. I just don't know how I'm supposed to be alright when you're not around. 'Cause now it's like nobody gets me like you do. I'm not the same, not after you. So many things that we've been through. I'm not the same, not after all that's been said and done. I don't even feel like I'm back at one. Nobody gets me like you do. I'm not the same, not after you. 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 I'm not the same. Fools go rushing out. I just don't know how I'm supposed to be alright when you're not around. 'Cause now it's like nobody gets me like you do. I'm not the same, not after you. So many things that we've been through. I'm not the same, not after all that's been said and done. I don't even feel like I'm back at one. Nobody gets me like you do. I'm not the same, not after you.
പലരും തോൽക്കും മുഖമേ മിഴികൾ ചിമ്മും ശിലയേ പകലിൽ തൂകും നിലവേ കവിയും പാടാ കവിതേ അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ കണ്ടാലും കണ്ടാലും കൊതി തീരാ നൊമ്പരമെന്താവോ എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ പൂം പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ കുളിരായി തോന്നും വെയിലേ കിളിയായി കൊഞ്ചും മൊഴിയേ പലതും പകരാനിനിമേ അരികിൽ ചേരാമിവനെ ഇന്നോളം മിഴി പൊന്നായി കണ്ടവയെല്ലാം നിന്നോളം വരുകില്ല എന്നറിവാകുന്നേ എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ പൂം പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ എന്താദ്യം മിണ്ടേണം തെല്ലൊന്നു നോക്കുവാൻ ഏതാദ്യം പാടേണം നാണങ്ങൾ പൂക്കുവാൻ ഒരു പാൽ കിന്നാരം പുഴയായി മാറേണം അല തല്ലിത്തീരാതെ തമ്മിൽ തൂവിടേണം അവളെന്നും ചൂടും മുത്താരത്തിൻ മുത്തായി മാറാൻ മോഹം അമ്മാനം ചെമ്മാനം നിറമെല്ലാം ചെങ്കവിളോരം തന്നാലെ നൽകാമോ മനം തേടും സമ്മതമിന്നേ